എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. രാമായണ കഥ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ തുടക്കവും അതേപോലെ തന്നെ സൂര്യവംശ രാജാക്കന്മാരുടെ ദശരഥ മഹാരാജാവിൻ്റെ തലം വരെ എത്തുന്ന അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഉടമ്പടികളും കേകയ രാജ്യത്തോടുള്ള ഉടമ്പടിയെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഭാരതീയ സംസ്കാരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ കാഴ്ചപ്പാടുകളും ഭവ്യ സമ്പത്തുകളുമാണ് ഇതിഹാസങ്ങൾ, രാമായണവും അതേപോലെ മഹാഭാരതവും. ഏത് വിശ്വസാഹിത്യ കൃതിയേക്കാളും ഉയർന്ന സ്ഥാനം വാൽമീകി രാമായണത്തിന് ലഭിക്കുന്നതും അതിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് മാത്രമാണ്. വാൽമീകി രാമായണത്തെക്കാൾ വ്യാഖ്യാനങ്ങളും നിരൂപണങ്ങളും ഉണ്ടായിട്ടുള്ള മറ്റൊരു കൃതി വിശ്വസാഹിത്യത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. നായിക ബന്ധുരമായതും പ്രതിനായകനുമായുള്ളതുമായ ഒരു പ്രണയ നാടകമോ ദുരന്ത നാടകമോ നാടൻ കഥയോ അല്ല രാമായണം. ഇതിലുള്ളത് സത്യധർമാദികളുടെ ഒരു അക്ഷയ ഖനിയാണ്. രാമകഥ വായിച്ചു രസിക്കാനുള്ള ഒരു കഥയായിട്ടല്ല ഗണിക്കപ്പെടുന്നതും ഗണിക്കപ്പെടേണ്ടതും. ഉപാധി വെച്ച് സകലവിധ അടിമത്വങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള ഒരു മഹാഗാഥയുടെ സ്ഥാനമാണ് ഇതിനുള്ളത്. ഉപാസനയിലൂടെ ആ സ്ഥാനം നമ്മൾ ഈ രാമായണ കഥയിലൂടെ നേടേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാമായണം, രാമന്റെ കഥ നിരവധി തവണകൾ പറയുമ്പോഴും വീണ്ടും വീണ്ടും അതിൽ നിന്നും പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാകും. പൗരാണിക കാലം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കുടുംബ സദസ്സുകളും അല്ലെങ്കിൽ കുടുംബങ്ങളും അവരവരുടെ മുത്തശ്ശന്മാരിലൂടെ വായ്മൊഴിയായിട്ട് രാമായണവും രാമകഥയും പാടി പകർന്ന് നൽകിയത് ഈ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ വരും തലമുറയിലേക്ക് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മുത്തശ്ശിയും എന്നോട് പറയുന്നുണ്ട്, രാമനാമം ജപിച്ചിട്ട് കുഞ്ഞെ പുസ്തകം എടുത്ത് വായിക്കൂ എന്ന് പറയുമായിരുന്നു കുട്ടിക്കാലത്ത്. അപ്പൊ ഞാൻ ചോദിക്കുമായിരുന്നു, ഈ രാമായണം വായിച്ചിട്ട് അല്ലെങ്കിൽ രാമനാമം ജപിച്ചിട്ട് പുസ്തകം എടുത്ത് വായിക്കുന്ന എന്തിനാ? വല്ല അല്ലെങ്കിൽ കൃഷ്ണനാമവും രാമനാമവും മാത്രം ജപിച്ചാൽ മതിയോ? വേറെ എത്രയോ നല്ല പാട്ടുകളുണ്ട്, കീർത്തനങ്ങളുണ്ട്. അതൊന്നും ജപിക്കാൻ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. രാമനാമം ജപിക്കുക, കൃഷ്ണനാമം ജപിക്കുക, എന്നിട്ട് പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് നിരന്തരമായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് അതൊന്നും അങ്ങനെ പറഞ്ഞു തരാനും പറ്റില്ല, ദൈവനിഷേധിയാണ് അല്ലെങ്കിൽ ഈശ്വര നിഷേധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്നും പോകും. എന്താണ് ഈ മറ്റ് നാമങ്ങൾക്കുള്ളതിൽ അപ്പുറമുള്ള ഒരു പ്രസക്തി രാമനാമത്തിന് എന്നാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് രാമമാഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും, രാമനാമവും കൃഷ്ണനാമവും ഒക്കെ ഉച്ചരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ബയോകെമിസ്ട്രി എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, നമ്മൾ അക്ഷരങ്ങള് ഉച്ചരിക്കുന്നത്, സ്വരാക്ഷരങ്ങളെല്ലാം നമ്മൾ ഉച്ചരിക്കുന്നത് നാവിന്റെ പല ഭാഗങ്ങളിലും തട്ടി വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സ്വരാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് നമ്മുടെ കണ്ടനാളത്തിൽ നിന്നും വായുവിനെ ക്രമീകരിച്ചുകൊണ്ടാണ്. ആ ഇ ഈ ഉ എ ഔ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കണ്ടനാളത്തിൽ അവിടെ നാവിന് വലിയ റോളില്ല. എന്നാൽ വ്യഞ്ജനാക്ഷരത്തിലേക്ക് വരുന്ന സമയത്ത് കകാരം, ചകാരം, തകാരം, ടകാരം, പകാരം ഇതൊക്കെ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ അഗ്രം പ്രത്യേകമായ സ്ഥാനങ്ങളിൽ തട്ടുന്നുണ്ട്. ഇപ്പൊ ക എന്ന് പറയുമ്പോൾ
ക, ഖ, ഗ, ഖ, ങ എന്ന് പറയുന്ന സമയത്ത്, അതേപോലെ ച, ഛ, ജ, ഛ അത് വ്യത്യസ്തമായ വേറൊരു തലത്തില്. ഇതില് ട, ഠ, ഡ, ഠ, ണ എന്ന് പറയുന്ന സമയത്ത് നാവിന്റെ അഗ്രം നേരെ മേൽത്താടിയിലെ മുകളിൽ പോയി തട്ടുകയാണ്. ഈ മേൽത്താടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സെല്ലുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡീവ്യൂഹങ്ങൾ 70,000-ൽ പരം നാഡീവ്യൂഹങ്ങൾ നമ്മുടെ മേൽത്താടിയിലേക്ക് വന്ന് ആണ് ആ ഭാഗത്ത് തട്ടിയാണ് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ മേൽത്താടിയുടെ ഭാഗത്ത് തട്ടുമ്പോൾ ആ നാഡീവ്യൂഹത്തിന് ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് നാവ് കൊണ്ട്. അപ്പോൾ ടാഠ അത് ഒരു സുഖമില്ലാത്ത ശബ്ദം. പക്ഷെ അതിലെ നകാരം ന എന്നുള്ളത് മംഗളധ്വനിയായിട്ട് എടുത്തു. അപ്പൊ നകാരം എപ്പോൾ കേൾക്കുമ്പോഴും നമ്മൾക്ക് അറിയാതെ നമ്മുടെ കൈകൾ കൂപ്പിപ്പോവും. ദേവാലയങ്ങളില് മണിയടി ശബ്ദം കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ കൈ കൂപ്പുന്നത് പോലെ നകാരം മംഗളധ്വനിയായിട്ടിടും. ത പല്ലിന്റെ അടുത്താണ് നാവ് തട്ടുന്നത്. പ ചുണ്ടാണ് തട്ടുന്നത്. അത് കഴിഞ്ഞു വരുന്ന അക്ഷരം യ, ര എന്ന അക്ഷരത്തിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ. ര എന്ന് പറയുന്ന സമയത്ത് നാവിന്റെ അഗ്രം മേൽത്താടിയിൽ തട്ടുക മാത്രമല്ല, ര എന്ന് പറയുന്ന സമയത്ത് അത് വൈബ്രേറ്റ് ചെയ്യിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഡ്രമ്മില് തട്ടി അത് വൈബ്രേറ്റ് ചെയ്യുകയാണ്. ര ര ര ര ര ര ര എന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പൊ മ ആ പ്രവൃത്തിയെ ഉള്ളിലൊതുക്കുകയാണ്. അപ്പൊ രാമ 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 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ ഇളകുകയും ആ നാഡീവ്യൂഹത്തിന്റെ പ്രകമ്പനം കൊണ്ട് ബ്രെയിൻ സെല്ലുകൾ ഇളകുകയും ആ പ്രവൃത്തിയെ ഉള്ളിലൊതുക്കുകയും ചെയ്യുകയാണ് രാമ എന്ന ശബ്ദം. കൃഷ്ണ എന്ന നാമവും ഇത് തന്നെയാണ്. കൃ എന്നുള്ളതില് കകാരത്തോടൊപ്പം പ്രത്യയം കൂടെ ചേരുന്ന സമയത്ത് അവിടെ കൃ എന്ന് പറയുമ്പോഴും നമ്മൾക്ക് ആ ഒരു ശബ്ദത്തെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുകയാണ്. ആ പ്രവർത്തനം അവിടെ നടക്കും. അതുകൊണ്ട് ഈ രാമ രാമ കൃഷ്ണ കൃഷ്ണ രാമ കൃഷ്ണ അവിടെ നകാരം കൂടിയുണ്ട് കൃഷ്ണ എന്ന് പറയുന്ന സമയത്ത്. അപ്പൊ ആ പ്രവൃത്തിയിലൂടെ വരുന്നത് നമ്മൾ ഈ ഫ്ലവർ മില്ലിലൊക്കെ പോയി മുളക് ഗോതമ്പ് അരിയൊക്കെ പൊടിപ്പിക്കുന്ന സമയത്ത് മോട്ടറിൽ നിന്നും പൽചക്രത്തിലേക്ക് ബെൽറ്റ് പോയി പിടിച്ചു തിരിക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ ഇളകുക. ആ ബ്രെയിൻ സെല്ലുകൾ ഇളകുന്ന സമയത്ത് അതിനെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന കൊഴുപ്പ് ഒഴുകി മാറുകയും ആ ചിപ്പുകളെല്ലാം തെളിയുകയും ചെയ്യും. അപ്പോൾ ശരിക്കും നമ്മുടെ ബ്രെയിൻ സെല്ലുകൾക്ക് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ് രാമകൃഷ്ണ ശബ്ദം. ആ എക്സസൈസ് കൊണ്ട് നമ്മുടെ ബ്രെയിൻ സെല്ലിനെ ഉണർത്തുകയാണ്, സെല്ലുകളെ ഉണർത്തുകയാണ്. അപ്പോൾ തെളിഞ്ഞ ഒരു പ്രതലത്തിലേക്ക്, കൊഴുപ്പെല്ലാം ഒഴുകി മാറി തെളിഞ്ഞ ഒരു പ്രതലത്തിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രാവശ്യം കേൾക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് മുത്തശ്ശിമാര് രാമനാമവും കൃഷ്ണനാമവും ഒക്കെ ജപിക്കും മക്കളെ, എന്നിട്ട് പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞത്. അതിന്റെ ബയോകെമിസ്ട്രി എന്താണെന്ന് നേരായ രീതി പറഞ്ഞു തരാൻ അവർക്ക് അറിയുകയുമായിരുന്നില്ല. ഇപ്പോഴും കൈലാസത്തിലിരുന്ന് മഹാദേവൻ ശ്രീരാമനാമം ജപിക്കുമ്പോഴാണ് പാർവതീദേവി ചോദിക്കുന്നു, അങ്ങ് ദേവാധിദേവനാണ്, അങ്ങ് രാമനെ മനുഷ്യനായി അവതരിച്ചൊരു രാമനെ കുറിച്ച് പാടുന്നു, പ്രകീർത്തിക്കുന്നു, എന്താണ് അതിന്റെ മഹാത്മ്യം എന്ന് ചോദിക്കുന്ന സമയത്തല്ലേ പറയുന്നത് സഹസ്രനാമത്തിന് തുല്യമാണ് രാമ എന്ന ശബ്ദം. അപ്പം ബുദ്ധി ഉണരുവാനുള്ള ഒരു മന്ത്രമാണ് രാമകൃഷ്ണ ശബ്ദം. അതുകൊണ്ടാണ് കലിയുഗ മന്ത്രം ആയിട്ട് വേറെ ഒന്നും നിങ്ങൾ ജപിച്ചില്ലേ എങ്കിലും നിങ്ങൾ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കാൻ പറഞ്ഞത്. ആ ഒരൊറ്റ മന്ത്രം കൊണ്ട് നമ്മുടെ ബുദ്ധി ഉണരും. നമ്മുടെ ബുദ്ധി ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നും മുന്നോട്ട് എങ്ങനെ ജപിക്കാൻ സാധിക്കുമെന്നും ഒക്കെ നമ്മൾക്ക് തന്നെ ബോധ്യപ്പെടും. കാരണം സർവ്വചരാചരങ്ങളുടെ ഉള്ളിൽ ആ ചൈതന്യ സ്വരൂപൻ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനെല്ലാ ഈശ്വരാനുഗ്രഹം കൊണ്ട് കൈകൾക്കും കാലുകൾക്കും കാതുകൾക്കും കണ്ണിനും ഒക്കെ ശക്തി തെളിഞ്ഞു തന്നിട്ടുണ്ട് ഈശ്വരൻ. അവയുപയോഗിച്ചുകൊണ്ട് ഈ ജീവിത യാത്രയെ എവിടെ എത്തിച്ചേരേണ്ടതാണോ അവിടെ നിങ്ങൾക്ക് എത്തിച്ചേരാമെന്ന് നമ്മളോട് പറയുകയാണ് ആ നാമമന്ത്രത്തിലൂടെ. അപ്പം ബുദ്ധി ഉണരുവാൻ വേണ്ടി ബോധപൂർവമായ ആ അറിവിലൂടെ യാത്ര ചെയ്ത് ജീവിതമാകുന്ന യാത്രയുടെ ലക്ഷ്യമെന്താണ് എന്ന് മനസ്സിലാക്കി ഈ ജന്മം കൊണ്ട് തന്നെ പരമമായ സാക്ഷാത്കാരത്തിലേക്ക് ലയിക്കലാണ് മനുഷ്യജന്മമെന്ന് അറിയലാണ് രാമനാമ മന്ത്രത്തിലൂടെ നമ്മൾ നേടേണ്ടത് എന്ന് പറയുക. ആ രാമനാമത്തിലൂടെ ആണ് അതിന്റെ ശാസ്ത്രീയ വശം, അതിന്റെ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് ഇതാണ്. രാമനാമം ജപിച്ചിട്ട് പുസ്തകം എടുത്ത് വായിക്കൂ എന്നൊക്കെ പണ്ട് പറയുന്നത്, മുത്തശ്ശിമാരൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനി ആധ്യാത്മികമായ തലത്തിൽ നമ്മളൊന്ന് നോക്കൂ. നമ്മൾക്കറിയാം മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട്.
ഈ പ്രപഞ്ചത്തിലെ ശബ്ദ തരംഗങ്ങളുടെ ശക്തി സ്രോതസ് അക്ഷരങ്ങളിലേക്ക് ആവാഹിച്ച ആ അക്ഷരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഊർജ സ്രോതസ്സുകളുള്ള അക്ഷരങ്ങളെ ചേർത്ത് വച്ചിട്ടാണ് മന്ത്രദ്രഷ്ടാക്കൾ മന്ത്രങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ പ്രപഞ്ചത്തിലെ ശക്തി സ്രോതസ്സുകളെ ഉണർത്തുന്നതിന് വേണ്ട അക്ഷരങ്ങളുടെ എനർജി ക്രമീകരിച്ച് സൃഷ്ടിച്ചതുകൊണ്ട്, കണ്ടെത്തിയതുകൊണ്ട് അവരെ നമ്മൾ ദ്രഷ്ടാക്കൾ എന്ന് വിളിച്ചു, മന്ത്രദ്രഷ്ടാക്കൾ. ആ മന്ത്രത്തിലൂടെ മനനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയാം, നമ്മുടെ മകനെയോ മകളെയോ ഒക്കെ മോളെ എന്ന് വിളിക്കുമ്പോഴും മോനെ എന്ന് വിളിക്കുമ്പോഴും ഉണ്ടാകുന്ന വികാരമല്ല അവരെ ഒരു ദേഷ്യഭാവത്തിൽ നമ്മൾ അവരോട് സംബോധന ചെയ്യുമ്പോൾ അവരുടെ മുഖം മാറും. മറിച്ച് സ്നേഹത്തോടു കൂടി വിളിക്കുമ്പോൾ അവരുടെ മുഖവും പ്രസന്നമായിരിക്കും. അപ്പോൾ അക്ഷരങ്ങൾ തന്നെയാണ് ഇത് ചേർത്ത് വായിക്കുമ്പോൾ ഒരാളിന്റെ മുഖവ്യത്യാസം മാറുന്നുവെങ്കിൽ, ഒരാളെ ഒരു മോശമായ പദങ്ങൾ സംബോധനയിലൂടെ ഉപയോഗിക്കുമ്പോൾ അയാളുടെ മുഖഭാവം മാറുന്നുവെങ്കിൽ അക്ഷരങ്ങൾക്ക് ശക്തിയുണ്ട് എന്നാണ്. ആ ശക്തിയുള്ള അക്ഷരങ്ങളെ ഒരു നിശ്ചിതമായ തരത്തിൽ ക്രോഡീകരിച്ചിട്ടാണ് മന്ത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ മന്ത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് പഞ്ചാക്ഷരി മന്ത്രവും അതേപോലെ ഓം നമോ നാരായണായ എന്ന മഹാമന്ത്രം. അപ്പൊ ഓം നമോ നാരായണായ എന്ന മഹാമന്ത്രത്തിന് ജീവൻ കൊടുക്കുന്ന, ഊർജം പകരുന്ന മന്ത്രാക്ഷരം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം അതിൽ കാണാൻ കഴിയും ര എന്നുള്ളതാണ്. ര എന്ന ആ ബീജാക്ഷരത്തെ മാറ്റിവെച്ച് നമ്മൾ ആ മന്ത്രം ഉപയോഗിച്ചാൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓം നമോ നായണായ എന്നാണ്. അതിന്റെ ജീവൻ നഷ്ടമായി. അപ്പോൾ അതിന് ജീവത്താക്കുന്ന മന്ത്രാക്ഷരമാണ് ര എന്നുള്ളത് കൊണ്ട് നാരായണായ എന്ന മഹാമന്ത്രത്തിന്റെ ബീജാക്ഷരം ര എന്നുള്ളത് മാറ്റിവെച്ചു. ഇനി അതേപോലെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമോ നമഃശിവായ എന്ന മന്ത്രം നമ്മൾ അതിലെ ബീജാക്ഷരം ഏത് എന്ന് നോക്കിയാൽ മായാണ് എന്ന് കാണാൻ സാധിക്കും. മാ എന്ന ബീജാക്ഷരത്തെ നമ്മൾ മാറ്റിവെച്ചിട്ട് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഓം നമോ നശിവായ എന്നാണ്. ഓം നമോ നശിവായ. അപ്പോൾ ആ മന്ത്രത്തിന് ബീജാക്ഷരമായിട്ട് നിലകൊള്ളുന്ന മന്ത്രാക്ഷരമാണ് മ എന്നുള്ളത്. അങ്ങനെ രണ്ട് മഹാമന്ത്രങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു മഹാമന്ത്രത്തെ നമ്മൾ കാണുകയാണെങ്കിൽ അതാണ് രാമമന്ത്രം. ആ രാമമന്ത്രത്തിനെ അതുകൊണ്ടാണ് താരകമന്ത്രമെന്നും, പ്രണവം ചേർത്ത് ഉച്ചരിക്കുന്നതിന് തുല്യമാണ് രാമനാമം പറയുന്നത്, പാടുന്നത് എന്നുമൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞതിന്റെ കാരണം അതാണ്. ആ കാരണത്തിലൂടെ അത് മനസ്സിലാക്കിയ ഋഷി അതിന് തുല്യമായ ഒരു സാധനയിലൂടെ നമ്മുടെ മുമ്പിൽ മനുഷ്യജന്മത്തിൽ അവതരിച്ച നാരായണമൂർത്തിയുടെ അവതാന കഥകൾ നമ്മുടെ മുമ്പിലേക്ക് തരികയായിരുന്നു വാൽമീകി ചെയ്തത്. രാമന്റെ അയനം തുടങ്ങുന്നത് കൗമാരത്തിലും മുമ്പാണ്, ബാല്യത്തിലാണ് തുടങ്ങുന്നത് ശരിക്കും. കാരണം ബാലകന്മാരായിട്ടുള്ള രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷി വന്ന് യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ദശരഥൻ പറയുന്നുണ്ട്, ദേവലോകത്ത് പോലും പോയി യുദ്ധം നടത്താൻ കഴിവുള്ളവനായി ഞാനിവിടെ ഉള്ളപ്പോൾ ഈ കുമാരന്മാരായ അല്ലെങ്കിൽ ബാലകന്മാരായ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? അവരുടെ സുരക്ഷ തന്നെ അപകടത്തിലല്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങയോടൊപ്പം വരാം, അവരെ ഒഴിവാക്കൂ എന്ന് ദശരഥൻ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുന്നു, എനിക്ക് ആവശ്യം ഇവർ രണ്ടുപേരുമാണ്, അവരെയാണ് എൻ്റെ കൂടെ വിടേണ്ടത്. എന്തിനാണ് ഈ കൊച്ചുകുട്ടികളെ വിശ്വാമിത്ര മഹർഷി കൊണ്ടുപോകുന്നത്? യാഗരക്ഷയ്ക്ക് വിശ്വാമിത്ര മഹർഷിക്ക് കഴിവില്ലാഞ്ഞിട്ടാണ്. ആയുധം പിടിച്ച് തഴമ്പിച്ച കരങ്ങളാണത്. ഒരു രാജ്യത്തെ ഭരണം നേരായ രീതിയിൽ ഭരിച്ചു കാണിച്ച വീരനായ ചക്രവർത്തിയായിരുന്നു വിശ്വാമിത്രൻ. എത്രമാത്രം അധികാരമുണ്ടെങ്കിലും തപസ് ചെയ്ത് നേടിയെടുത്ത ആ ആധ്യാത്മിക അനുഭൂതിയോടൊപ്പം മറ്റൊന്നും വരില്ല എന്ന് ബോധ്യമായ വിശ്വാമിത്രൻ തപസ്സനുഷ്ഠിച്ചു, തപസ് ചെയ്തു, രാജർഷിയായി. അവിടം കൊണ്ടും അദ്ദേഹം നിർത്തിയില്ല. എന്നിട്ട് വീണ്ടും തപസ് ചെയ്തു, അദ്ദേഹം ബ്രഹ്മർഷിയായി. അങ്ങനെ ബ്രഹ്മർഷിയായി തീർന്ന തപശക്തി കൊണ്ട്, മന്ത്രശക്തി കൊണ്ട് സർവ്വതിനെയും സംഹരിക്കാൻ പോകുന്ന കരുത്ത് നേടിയ, ശക്തി നേടിയ വിശ്വാമിത്രന് ഈ കൊച്ചുകുട്ടികളായ ബാലന്മാര് വേണമായിരുന്നോ യാഗരക്ഷയ്ക്ക്? എന്തിനാണ് ഈ കുട്ടികളെ അന്വേഷിച്ച് വിശ്വാമിത്രൻ വന്നത്?
മലയാളികളുടെ ഹൃദയം കവർന്ന കവിയായിട്ടുള്ള വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഈ സംഭവത്തെ കാണുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയും, ഒരു 18-20 വയസ്സുള്ള നമ്മുടെ ഒരു സഹോദരി, സുന്ദരിയായ ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ വിജനമായ ഒരു പ്രദേശത്ത് ആരോരും തുണയില്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതുക. അടുത്ത പ്രഭാതം നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകളുമായിട്ടായിരിക്കും കാണുക, ഉണരുക. എന്നാൽ ആ സഹോദരിയോടൊപ്പം ആയോധന കലകൾ അഭ്യസിച്ചിട്ടുള്ള ആയുധധാരികളായ 2 സഹോദരന്മാർ കൂടെ ഉണ്ട് എന്ന് കരുതുക. അവൾ ഏത് വിജനാവസ്ഥയിലും, ഏത് അപകടാവസ്ഥയിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിച്ചേരുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം പറയുന്നു, ആധ്യാത്മികത എന്നുള്ളത് ഒരു സുന്ദരിയാണ്. ആ ആത്മീയ ശക്തിയെ സംരക്ഷിക്കണമെങ്കിൽ അതിന് ക്ഷാത്രവീര്യം കൂടിയേ കഴിയൂ. ഇവിടെ യാഗവും യജ്ഞവും അതേപോലെ വിശ്വാമിത്ര മഹർഷിയും അല്ലെങ്കിൽ മഹർഷി പരമ്പരയും എന്നൊക്കെ പറയുന്നത് ആധ്യാത്മികതയുടെ പ്രതീകമാണ്. ഈ നാടിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും ധർമ്മത്തിന്റെ പാതയിലൂടെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി നാളെയുടെ ഭരണകർത്താക്കളായി അധികാരത്തിലേക്ക് ഇരിക്കാൻ പോകുന്ന ഭരണാധികാരികളാകാൻ പോകുന്ന ബാലകന്മാരെ അവർക്ക് വേണ്ട വഴികൾ വെട്ടിത്തെളിച്ചുകൊണ്ട് ആ ക്ഷാത്രവീര്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് വിശ്വാമിത്ര മഹർഷി അവിടെ എത്തുന്നത്. ക്ഷാത്രശക്തി കൂടിയേ കഴിയൂ ആധ്യാത്മികതയെ രക്ഷിക്കുവാൻ. ഈ ധർമ്മ പന്ഥാവ് നമ്മൾ മറന്നു എന്നുള്ളത് കൊണ്ടാണ് ഭാരതം നൂറ്റാണ്ടുകളുടെ അടിമത്വത്തിൽ ആണ്ടുപോയതും ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ കഴിയും പല പല ക്ഷേത്രങ്ങളും പല പല ആരാധനാമൂർത്തികളുടെയും വിഗ്രഹങ്ങളെല്ലാം അടിച്ച് തകർത്ത്, കൈകാലുകളെല്ലാം അടിച്ചു പൊട്ടിച്ച് വിരൂപയാക്കി ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിക്കുന്ന സമയത്ത് സ്വാമി വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ, നൂറുകണക്കിന് സന്യാസിവര്യന്മാർ തിങ്ങി നിറഞ്ഞു നിന്ന വേദികളിലേക്ക്, ആ ക്ഷേത്ര സന്നിധിയിലേക്കാണ് കേവലം 10-15 പട്ടാളക്കാരായിട്ടുള്ള മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും കൂട്ടരും കടന്നു വന്നത്. അവരെല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ടൊന്ന് വിചാരിച്ച് തുപ്പിയായിരുന്നെങ്കിൽ ആ തുപ്പലിൽ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പട്ടാളക്കാരെ അവിടെ വന്നുള്ളൂ എന്ന്. എന്നാൽ ഓരോരുത്തരും സ്വാർത്ഥമതികളായി ഭഗവാനെ ശംഭോ മഹാദേവ എന്ന് വിളിച്ച് സോമനാഥന്റെ മുമ്പിൽ നിന്നവർ സോമനാഥനെ രക്ഷിക്കാൻ തയ്യാറായില്ല. അവരോരോരുത്തരും അവരവരുടെ കുടുംബത്തെ, മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, അച്ഛനെ, അവരുടെ ആഭരണങ്ങള് ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞപ്പോൾ 10 ചെറുപ്പക്കാർ വിചാരിച്ചിട്ടൊന്ന് നിന്നിരുന്നെങ്കിൽ, അവരുടെ ക്ഷാത്രവീര്യം ഒന്ന് പ്രകടമാക്കിയിരുന്നെങ്കിൽ നമ്മുടെ വൻപിച്ച വിലയേറിയ രത്നഭണ്ഡാകാരങ്ങള് ആ ക്ഷേത്രങ്ങളിൽ നിന്നും 16 പ്രാവശ്യം കൊള്ളയടിക്കപ്പെടുമായിരുന്നില്ല. സോമനാഥൻ വിചാരിച്ചു കാണും, എന്നെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഈ കീടങ്ങളെ ഞാനെന്തിനെ സംരക്ഷിക്കണം? ഇതായിരുന്നു അവസ്ഥ. ഈ ധർമ്മപന്ഥാവ് നമ്മൾ മറന്നുപോയപ്പോ, ഈ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം എഴുതി വച്ചിരിക്കുന്നതിന്റെ ശരിയായ തലങ്ങളിലൂടെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ നമ്മൾ സ്വയം സ്വാർത്ഥരാവുകയും നമ്മുടെ കുടുംബബന്ധങ്ങളും ശിഥിലമാകുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോവുകയും ചെയ്യുന്ന ദുഃഖകരമായ കാഴ്ച കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ കാണുകയായിരുന്നു. രാമായണത്തില് ഈ കഥ രാമലക്ഷ്മണന്മാരെ, ഈ രാജ്യത്തിന്റെ കാര്യം കൈയാളാൻ പോകുന്നവരെ അതിന് പ്രാപ്തരായ കരുത്തരായ ഭരണാധിപരാക്കി മാറ്റുവാൻ ആധ്യാത്മികതയുടെ പ്രതീകമായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി അവരെ കൊണ്ടുപോവുകയാണ്. അവരെ കൊണ്ടുപോകുന്ന സമയത്ത്, വനത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നു, താടക, അതിഭയങ്കരമായ ഘോരരൂപിണിയായ താടക വരുന്നു. രാമനോട് പറയുന്നു, വില്ലു കുലച്ചുകൊള്ളൂ,
ഭീകരകാരണിയായ രാക്ഷസിയുടെ പുറപ്പാടാണിത്. എന്നെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഇടതൂർന്ന ഭീകരമായ വനത്തിന്റെ ഇടയിലൂടെ ആകാശം മുട്ട വളർന്ന ഭീകരരൂപിണിയായ ഒരു രാക്ഷസിയായ താടക അവളുടെ കാൽപാദങ്ങൾ വെക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്നു എന്നാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ചോദിക്കില്ലേ, ഇതൊക്കെ ഇന്നത്തെ ഈ ഹൈസ്പീഡ് യുഗത്തില് ഇന്റർനെറ്റിന്റെ അതിപ്രസരം കൊണ്ട് സർവരും ഇന്ന് അതിൽ അഭിരമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇന്റർനെറ്റിൽ ഇപ്പൊ ഞാൻ അത് ലാമിനേറ്റ് ചെയ്ത് തരാം, അങ്ങനെയുള്ള എത്രയെത്ര ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അബദ്ധജടിലങ്ങളാണ് എന്ന് അവരോട് പറയുമ്പോൾ നമ്മൾക്കൊന്നും പറയാനുണ്ടാവില്ല. എന്താണ് താടക? കാടെന്താണ്? നമ്മുടെ മനസ്സാകുന്ന കാട്. എങ്ങനെയാ കാട് രൂപപ്പെടുന്നത്? വൃക്ഷങ്ങളും വള്ളികളും കൂടിച്ചേർന്ന് പടർന്നു കയറുമ്പോൾ അത് കാടായി രൂപാന്തരപ്പെടും. നമ്മുടെ മനസ്സിലെ ധാർമ്മികമല്ലാത്ത ചിന്തകളും സർവ്വവിധമായ ടെൻഷനും കൊണ്ട് നമ്മുടെ മനസ്സിലെ കൂലങ്കലഷമാകുമ്പോൾ ആ മനസ്സിലേക്ക് അനവധി ചിന്തകൾ കടന്നുകൂടി അത് ഒരു മനസ്സായി അല്ലെങ്കിൽ മഹാകാടാകുന്ന മനസ്സായി രൂപാന്തരം പ്രാപിക്കും. അവിടെ കാട്ടിൽ ഭീകരരൂപിണിയായ ഒരു രാക്ഷസിയുണ്ട്, താടക. ധർമ്മചിന്ത ഇല്ലാത്തവരുടെ അസ്വസ്ഥമായ മനസ്സിലും ഉണ്ട്, ഒരു മനസ്സാകുന്ന കാട്ടിലും ഉണ്ട് ഒരു താടക. ആ താടകയുടെ പേര് കാമം എന്നാണ്. കാമരൂപിണിയായ താടകയെ രാമബാണങ്ങളാൽ നിഷ്കരണം വധിച്ചതിന് ശേഷം ആ താടകയുടെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ ജ്യോതിസ് ഉയർന്നു പൊങ്ങി ആ രാമനെ സ്തുതിച്ചുകൊണ്ട് അപ്രത്യക്ഷമാകും. നമ്മുടെ കാടാകുന്ന മനസ്സിലെയും കാമമാകുന്ന താടകയെ ഇല്ലാതെയാക്കിയാൽ നമ്മുടെ മനസ്സും ശാന്തമായ ഒരു ജലാശയം പോലെ നമ്മൾക്ക് അനുഭവപ്പെടും. തീർന്നില്ല. താടക വധിക്കപ്പെട്ടതറിഞ്ഞ് താടകയുടെ സഹോദരങ്ങളായ മാരീച സുബാഹുക്കൾ പാഞ്ഞു വരുന്നു ആയുധങ്ങളുമായി. രാമൻ സുബാഹുവിനെ നിഗ്രഹിക്കുന്നു, മാരീചൻ അഭയം കൊടുക്കുന്നു. മാരീച സുബാഹുക്കളെയും പടയെയും ഒക്കെ നിഗ്രഹിക്കുന്നു. മാരീചൻ വന്ന് രാമപാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. നമ്മുടെ മനസ്സാകുന്ന കാട്ടിലും ഉണ്ട് കാമമാകുന്ന താടകയ്ക്ക് സഹോദരങ്ങൾ. കാമമുണ്ടോ അവിടെ ക്രോധവും ലോഭവും ഉണ്ടാകും. കാമമാകുന്ന താടക രാക്ഷസിക്ക് ഇല്ലാതെയാക്കിയാലും ക്രോധവും ലോഭവും മോഹവും മതവും മത്സര്യവും ഡംഭും അഹങ്കാരവും തുടങ്ങിയ നിരവധി ക്രൂരമൃഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ആ ക്രൂരമൃഗങ്ങളെയും നമ്മൾ രാമനാമത്തിന്റെ മാസ്മര ശക്തിയാൽ ഇല്ലായ്മ ചെയ്യണം. അതാണ് രാമായണ പാരായണം. മനസ്സ് നിർമ്മലമാകുന്നത് ഈ തത്വസന്ദേശം നമ്മൾ ഉൾക്കൊണ്ട് വായിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്. യോഗവിദ്യകളുടെ യോഗാഭ്യാസത്തിന്റെ നിരവധി മുഹൂർത്തങ്ങൾ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. വനവാസത്തിന് പോകുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും വിരാധവധമൊക്കെ കഴിഞ്ഞു പോകുന്നത് നേരെ ശരഭംഗാശ്രമത്തിലേക്കാണ്. ശരഭംഗൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രാണനെ നിയന്ത്രിച്ചവൻ എന്നാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈശ്വരനെ കണ്ട് ആരാധന നടത്തിയ ഋഷിവര്യനായിരുന്നു ശരഭംഗ മഹർഷി. സാക്ഷാൽ ശ്രീനാരായണൻ ദശരഥനും കൗസല്യയ്ക്കും പുത്രനായിട്ട് അവതരിച്ചു എന്നറിഞ്ഞ ശരഭംഗ മഹർഷിക്ക് ആ സമയത്ത് 3 പ്രാണനെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 3 ശ്വാസോച്ഛ്വാസമേ എടുക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ ജീവിതം അവസാനിപ്പിക്കാൻ. എന്നാൽ രാമമൂർത്തിയെ അല്ലെങ്കിൽ നാരായണമൂർത്തി ദശരഥപുത്രനായി അവതരിച്ചു. ആ ദശരഥപുത്രനായി അവതരിച്ച നാരായണമൂർത്തിയെ കണ്ണുകൊണ്ട് കണ്ടിട്ട് മാത്രമേ ഞാൻ ഈ ദേഹം ഉപേക്ഷിക്കുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിയ ശരഭംഗ മഹർഷി 3 പ്രാണൻ കൊണ്ടാണ് ഈ വനവാസകാലത്തിന് രാമനും സീതയും ലക്ഷ്മണനും വരുന്നത് വരെ 3 പ്രാണൻ എടുത്തുകൊണ്ടാണ് കഴിഞ്ഞുപോയത്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ആ കണ്ണുകൊണ്ട് കണ്ട്
ആനന്ദിച്ച് സ്തുതിച്ച് ആ പാദങ്ങളിൽ നമസ്കരിച്ച് യോഗശക്തിയാൽ അഗ്നിയിലേക്ക് സ്വന്തം ദേഹം ദഹിപ്പിച്ച് സുഹൃതത്തിലേക്ക് ചേരുകയായിരുന്നു ശരഭംഗ മഹർഷി ചെയ്തത്. ലോകത്തൊരു ക്ലാസിക്കുകളിലും കാണാൻ കഴിയില്ല ഈ സത്യങ്ങൾ. ഇങ്ങനെയുള്ള നമ്മുടെ ധർമ്മത്തിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ അതിലേക്കൂടെ എല്ലാം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട്, അതിലൂടെ എല്ലാം നമ്മളെ യാത്രയാക്കിക്കൊണ്ട് വാൽമീകി ഈ രാമന്റെ മനുഷ്യനായി പിറന്ന, മനുഷ്യനായ ഉത്തമ പുരുഷനായ രാമന്റെ കഥ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ്. അധ്യാത്മരാമായണത്തില് വായിച്ചു പോകുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും, സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൽ നമ്മൾക്കുണ്ടാകും. പക്ഷേ ഋഷിമാരുടെ ഒരു പ്രത്യേകതയാണ്, മർമ്മമായിട്ടുള്ള പല സംഗതികളും രഹസ്യമാക്കി ഗോപ്യമായി വെച്ച് പറയുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാല്, വെറുതെ കഥ പറയുന്നതിന് പകരം കഥ കേൾക്കുന്ന ശ്രോതാവ് തന്റെ ബുദ്ധി ഉപയോഗിച്ച് മനനം ചെയ്ത് അതിന്റെ സത്തയെ കണ്ടെടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ബുദ്ധിയെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് അത്തരം ഗോപ്യമായി അവർ വെക്കാറ്. ഇവിടെയും നമ്മൾക്ക് കാണാം, ഭരദ്വാജാശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് അധ്യാത്മരാമായണത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്, ജാനകി തന്നോട് കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു, സാദരം ഭുക്വാ സുഖേന വസിച്ചിതു പാദപമൗലേതലാഢ്യതൽപസ്ഥലേ. ജാനകി തന്നോട് കൂടവേ രാഘവൻ, വായിക്കുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന വരികളാണ്. സീതാദേവിയോട് കൂടി ചേർന്ന് തന്റെ പതിയായ രാഘവൻ സോദരനോടും കൂടി ഒരു മൃഗത്തെ കൊന്നു എന്നാണ്. എന്നിട്ടോ സാദരം ഭുക്വാ സുഖേന വസിച്ചിതു, കൊന്നു കഴിച്ചു എന്നർത്ഥമേ എടുക്കാം. പാദപമൗലേതലാഢ്യതൽപസ്ഥലേ, വൃക്ഷത്തിന്റെ ഇലകളെല്ലാം പറിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന്റെ ഒരു ക്ഷീണം കൊണ്ടാണോ അത് വിട്ട് ആ ഇലകളൊക്കെ പറിച്ചിട്ട് ആ തൽപ്പത്തിൽ കിടന്ന് ഉറങ്ങി എന്നാണ് സാമാന്യ അർത്ഥ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഭുജിച്ചു എന്നായി ആണ് നമ്മൾ ഭുക്വ എന്നതിന് അർത്ഥം എടുക്കുക. സ്വാഭാവികമായിട്ടും ആ പദം കേൾക്കുമ്പോൾ അങ്ങനെയാ തോന്നുക. ഒരു മൃഗത്തെ കൊന്നു, കറി വെച്ച് കഴിച്ചു എന്ന് പറഞ്ഞില്ല, അഗ്നിയില് പാകം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, കൊന്നു തിന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇപ്പോഴ് നമ്മൾ കർക്കിടകത്തിൽ രാമായണ പാരായണമൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുട്ടികൾക്കൊക്കെ തോന്നും, മുതിർന്നവർക്ക് തോന്നും, പിന്നെ അവർക്ക് ഭക്തി ഉണ്ടായത് കൊണ്ട് ഭഗവാനെ രാമ എന്താന്ന് നമുക്കറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് അതങ്ങ് പോവുകയാണ്. അത് അറിയാൻ ശ്രമിക്കാറൊന്നുമില്ല. പക്ഷെ കുട്ടികൾ ചോദിക്കും, അവർക്ക് അതിന്റെ യുക്തി കിട്ടണം. വ്രതശുദ്ധിയോട് കൂടിയിട്ട് രാമായണം വായിക്കണമെന്നൊക്കെ പറയുന്ന നമ്മൾ എന്തിനാ പച്ചയ്ക്ക് ഒരു മൃഗത്തെ കൊന്നു തിന്ന രാമന്റെ കഥ വായിക്കാനാണോ നമ്മൾ വ്രതം എടുത്തു വരേണ്ടതെന്ന് കുട്ടികൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. ഒരിടത്ത് ഞാൻ കേട്ടത്, കാടല്ലേ അവിടെ ഈ കിട്ടുന്നതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, അപ്പൊ അതുകൊണ്ട് മൃഗത്തേക്ക് അവർ കൊന്നു തിന്നിട്ടുണ്ടാവാം. അങ്ങനെയല്ല. സംശയങ്ങൾ തോന്നുന്ന സമയത്ത് നമ്മൾ അറിയുന്നവരോട് ചോദിച്ചത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. കാട്ടിലല്ലേ ധാരാളം കായ്കനികൾ ഉള്ളത്, ഇഷ്ടം പോലെ പഴവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ പിന്നെ കാട്ടിൽ വേറൊന്നും കിട്ടില്ല എന്ന് പറയുന്നത്, കാട്ടിൽ നമ്മളാരും പോയിട്ടില്ല. ഇന്നത്തെ ജനത കാടുകളിൽ അങ്ങനെയുള്ള വനാന്തരങ്ങളിൽ പോയിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇഷ്ടം പോലെ പഴവർഗ്ഗങ്ങള് പ്രകൃതി കനിഞ്ഞനിഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ് കാട്, പഴയ രീതിയിലുള്ള കാടെന്ന് പറയുന്നത്. അങ്ങനെ സംശയം വരുമ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകാതെ കുറച്ച് വായിച്ചു വന്ന ഭാഗത്ത് പുറമോട്ട് വന്നാൽ നമുക്ക് സംശയം തോന്നുന്ന സന്ദർഭം കിട്ടും. പൂർണ്ണമായിട്ടും അതിലുണ്ടാവില്ല, എങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ നോക്കുമ്പോൾ രാമൻ വനത്തിലേക്ക് പോകാൻ പറയുന്നത് കൈകേയി മാതാവാണ് രാമനോട്. ക്രോധാലയത്തിൽ പ്രവേശിച്ച് കിടക്കുന്ന തന്റെ പിതാവ് വിളിപ്പിക്കുമ്പോൾ എന്താണ് ദുഃഖത്തിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല അച്ഛൻ. അത് പറയുന്നത് അമ്മ കൈകേയിയാണ്. കൈകേയി പറയുന്ന വരികൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഭൂപതി വീരൻ ജടാവത്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ, നൂനം 14 സംവത്സരം വാഴണം,
മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. 14 സംവത്സരം കാട്ടിൽ കഴിയണം. എന്ത്, എങ്ങനെ? മൂലഫലങ്ങൾ. മൂലഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ ഒരു ചേട്ടന്റെ പറമ്പിലെ വാഴത്തോട്ടത്തിൽ പഴുത്തു നിൽക്കുന്ന ഒരു പഴം വെച്ച് എടുത്ത് കഴിക്കാൻ പാടില്ല. അത് മൂലഫലമല്ല, അത് കൃഷി ചെയ്തതാണ്. സ്വയമേ ഉണ്ടായ കായ്കനികൾ മാത്രം കഴിച്ച്, സ്വയമേ ഉണ്ടായ കാട്ടിലെ കായ്കനികൾ മാത്രം കഴിച്ചു 14 വർഷം കഴിയാനാണ് അമ്മ ഉപദേശിച്ചു വിടുന്നത്. 14 വർഷം രാജ്യം ഉപേക്ഷിച്ച് കാട്ടിൽ കഴിയാൻ തീരുമാനിച്ച രാമൻ ഭക്ഷണ കാര്യത്തില് പിന്നെ മൃഗത്തെ കൊന്ന് തിന്നുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ അതല്ല സംഗതി എന്നും ബോധ്യം വരും. പക്ഷെ പിന്നെന്ത്? ഇവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അത് എന്തിനാണ് അവിടെ പറഞ്ഞത്, ഭരദ്വാജന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞത്. എന്താ കാര്യം? ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് എങ്ങനെയാണ് അവർ ചെല്ലുന്നത്? ഇതൊക്കെ നോക്കിയാൽ നമുക്കതിന് ഉത്തരം കിട്ടും. വേദ മന്ത്രപ്പൊരുളായിട്ടുള്ള അതിഥി ദേവോ ഭവ എന്ന വാക്യത്തിന്റെ സാരത്തെ നമ്മളോട് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ അങ്ങനെ അവിടെ ചേർത്തത്. എന്താണ്? അതിഥിയെ ദൈവമായി കണ്ടു സ്വീകരിക്കണം. അപ്പോൾ അതിദൈവമായി കണ്ടു സ്വീകരിക്കണമെങ്കിൽ വരുന്ന അതിഥിക്ക് ആ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇവിടെ ഭരദ്വാജൻ എന്ന് പറയുന്നത് പ്രായം കൊണ്ട് പിതാവിനേക്കാൾ ഗുരുസ്ഥാനീയനാണ്, പിതാവിനേക്കാൾ പ്രായമുള്ളയാളാണ്, അറിവ് കൊണ്ട് പിതാവിനും ഗുരുസ്ഥാനീയനായിട്ടുള്ള ആളാണ്. അപ്പൊ അത് ഒന്നുകൊണ്ടും പറ്റില്ല. പിന്നെ എന്താണ്? അപ്പോൾ അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ വരുന്ന ആ ആൾക്കാർ ആ യോഗ്യത അവിടെ നേടണം. തങ്ങളെ ദൈവമായി കണ്ട് സ്വീകരിക്കാനുള്ള യോഗ്യത വരുന്ന അതിഥികൾക്കുണ്ടാകണം. വലിയ പേര് കേട്ടുള്ള ഒരാളാണ് എങ്കിലും മദ്യപിച്ച് ലക്ക് കെട്ട് ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ നമ്മൾ ആരും വാതിൽ തുറക്കില്ല. ആ യോഗ്യത വലിയ പേര് കേട്ട ആളാണ്, അതൊക്കെ ശരി. പക്ഷെ ഇപ്പം വന്നത് ആള് ശരിയായ രീതിയിലല്ല. അപ്പൊ അതിഥിയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ എന്താ ചെയ്തത്? ആശ്രമത്തിലേക്ക് തങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തിന് നമ്മളെ ആ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ആ ആദരവോടുകൂടി നമ്മളെയും സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത വരുന്ന ആൾ ആർജിക്കണം. അതുകൊണ്ട് അവർ 3 പേരും സന്യാസി വേഷം കൈക്കൊണ്ടു. 3 പേരും സന്യാസി ഭാവം കൈക്കൊണ്ടു. കാമ, ക്രോധ, ലോഭ, മോഹമത വാത്സല്യാദികളാകുന്ന മൃഗീയ വികാരങ്ങളെ മുഴുവൻ അവർ ഹിംസിച്ചു, കൊന്നു. മൃഗീയ വാസനകളെ മുഴുവൻ അവർ കൊന്നു എന്നാണ്, മൃഗത്തെ കൊന്നു എന്ന് പറഞ്ഞതിനർത്ഥം. 3 പേരും ചേർന്ന് അവരുടെ ഉള്ളിലുണ്ടാകാൻ സാധ്യതയുള്ള സകല മൃഗീയ വാസനകളും ഇല്ലാതെയാക്കി സന്യാസി ഭാവം കൈക്കൊണ്ടിട്ടാണ് 3 പേരും ആശ്രമത്തിലേക്ക് ചെല്ലുന്നത്. അപ്പൊ സന്യാസിയെ ഏത് പ്രായത്തിലുള്ള ആളായാലും സ്വീകരിക്കണം, ആദരിക്കണമെന്നാണ്. അതുകൊണ്ട് സന്യാസി ഭാവത്തിലാണ് അവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളുടെ ധർമ്മത്തിന്റെ മുഴുവൻ കെട്ടുറപ്പുള്ള ഭണ്ഡാകാരമാണ് രാമായണം. ഓരോ കഥയിലും നമ്മൾ ഇതേപോലെ ഓരോന്നെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാം നമ്മൾക്ക് ഈ ഒളിച്ചു വെച്ച് ഇതിന്റെ സന്ദേശത്തെ ഗോപ്യമായിട്ട് പറയുക. ആ ഗോപ്യമായിട്ട് പറയുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനനം ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബുദ്ധിക്ക് വികാസം ഉണ്ടാകും. ഇനി മാംസം കഴിക്കുന്ന കാര്യം പറയുന്നുണ്ട് രാമായണത്തിൽ. അങ്ങനെ ചെയ്യുന്നുമുണ്ട്. യുദ്ധകാണ്ഡത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് കാണാം, വജ്രദംഷൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ശുഗബ്രാഹ്മണനെ, പൂർവകഥ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ശുഗബ്രാഹ്മണനെ എവരെ ഒന്ന് പറ്റിക്കണം, ബ്രാഹ്മണനെയും ബ്രാഹ്മണ പത്നിയെയും ഒന്ന് പറ്റിക്കണമെന്ന് കരുതിയിട്ട് ദുർവാസാവ് മഹർഷിക്ക് അവിടെ വരുന്ന സമയത്ത് ആ ദുർവാസാവ് മഹർഷിക്ക് അന്നം കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് മഹർഷി സ്നാനം കഴിഞ്ഞു വരൂ തരാമെന്ന് പറയുന്ന സമയത്ത് മഹർഷിയുടെ വേഷത്തിൽ ഈ രാക്ഷസൻ വന്നിട്ട് പറയുന്നു, വർഷങ്ങളായി ഞാൻ ശാകമാംസം കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് സദ്യക്ക് ശാകമാംസം വേണം, ആട്ടിറച്ചിയെ വേണം. അവർ ഞെട്ടി നിൽക്കുകയാണ്. മഹർഷി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബ്രാഹ്മണരായ ഞങ്ങൾ ഇത് എങ്ങനെ സാധിക്കുക? അതിനുശേഷം അദ്ദേഹം സ്നാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ രാക്ഷസൻ മാറിയതിന് ശേഷം വേറൊരു രൂപത്തിൽ, സ്ത്രീയുടെ രൂപത്തിൽ വന്നു. ഞാൻ കുറച്ച് ദൂരെയുള്ള ഒരു അയൽവാസിയാണ്,
ഇദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ നിങ്ങൾക്കതിന് സാധ്യമല്ലല്ലോ. ഞാൻ മാംസം കറി വെച്ച് കൊണ്ടുവരാം, വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് പോയിട്ട് നരമാംസം കറി വെച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് വിളമ്പുന്ന സമയത്ത് മനസ്സിലായ, ഇതൊന്നും അറിയാതിരുന്ന ദുർവാസാവു മഹർഷി, ഇതെല്ലാം രാക്ഷസന്റെ വേലയായിരുന്നു അറിയാതിരുന്ന മഹർഷി അവരെ ശപിക്കുന്നുണ്ട്. പിശാചായി തീരട്ടെ, രാക്ഷസനായി തീരട്ടെ എന്നവരെ ശപിക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, അങ്ങ് പറഞ്ഞിട്ടല്ലേ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഉൾക്കണ്ടുകൊണ്ട് മനസ്സിലാക്കുകയാണ് ഈ രാക്ഷസന്റെ വിളയാട്ടമെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ആ ശാപമോക്ഷമായിട്ട് ശ്രീരാമന്റെ അടുത്ത് ചെന്ന് സന്ദേശം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുമെന്നൊക്കെ പറയുന്നു. ത്രേതായുഗത്തില് പറഞ്ഞു വെച്ച കഥ ഇന്നും ഇവിടെ നടക്കുന്നില്ലേ? ആട്ടിറച്ചിയാണെന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന, കടകളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഇറച്ചികളെല്ലാം നേരായ ഇറച്ചിയാണെന്ന് വല്ല ബോധ്യമുണ്ടോ? ദീപാവലി സമയത്തും ക്രിസ്മസിന്റെ സമയത്തും ഒക്കെ തെരുവ് നായ്ക്കളുടെ എണ്ണം നിരവധി കുറയുന്നു എന്ന് കണക്കുള്ളതാണ്. ഇതൊക്കെ എവിടെയാ പോവുക? മസാലക്കൂട്ടുകൾ ചേർത്ത് നമ്മുടെ മുമ്പിലേക്ക് പല പല വിഭവങ്ങളായി നല്ല ടേസ്റ്റോട് കൂടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ നമ്മൾ അറിയുന്നില്ല ഇതെല്ലാം ഏത് ജീവിയുടെ മാംസമാണ് എന്ന്. ആ കഴിക്കുന്ന മാംസങ്ങളൊന്നും മൃഗങ്ങൾ പോലും കഴിക്കുകയുമില്ല എന്നുള്ളതാണ് മനുഷ്യൻ കഴിക്കുന്ന മാംസങ്ങൾ. അപ്പൊ ഇത്തരത്തില് ഇന്നത്തെ കാലത്തും ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കപ്പെടുത്തുവാൻ ഈ രാമായണം എന്ന കൃതിയിൽ എഴുതി വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ ഭാഗങ്ങളും നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവ സമ്പത്തുകൾ നൽകുന്നവയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാമായണ കഥ അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടരുകയാണ്. നീ രാമരാജ്യത്തിന്റെ മഹിമയും അതേപോലെ മനസ്സിന്റെ പ്രതീകമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന ആഞ്ജനേയ സ്വാമിയുടെ കഥ ഒക്കെ ഒരു മനുഷ്യനെ അവന്റെ യഥാർത്ഥ കരുത്ത് പുറത്തെടുക്കാൻ വേണ്ടുന്ന ആവേശമായി നമുക്ക് രാമായണം പകർന്നു തരുന്നുണ്ട്. വീണ്ടും ഒരു വീഡിയോയിലൂടെ നമ്മൾക്ക് ഈ രാമായണ കഥ തുടരാം. അതുവരെ നന്ദി, നമസ്കാരം.